അവൻ മുണ്ടൊതുക്കി വെച്ച് കാൽമുട്ടിന് മുകളിൽ കൈകൾ കൂട്ടിപ്പിടിച്ചിരുന്നു. ബദ്ര അവൻ്റെ കൂടെ വന്നിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കാറ്റിലാടുന്ന മുടിയിഴകളും നെറ്റിയിൽ ഒഴുകുന്ന വിയർപ്പ് തുള്ളികളും. നീ ആദ്യമായിട്ടാണോ കടൽ കാണുന്നേ? ബദ്ര ചിരിച്ചു. ഒരിക്കലും വിചാരിച്ചില്ല കടൽ കാണുമെന്ന്. എല്ലാ മോഹങ്ങളും തീർന്നെന്ന് കരുതി നിൽക്കുമ്പോഴാ. ബദ്ര പറഞ്ഞു നിർത്തി കടലിലേക്ക് നോക്കി. ആനന്ദൻ ചിരിയോടെ അവളെ തന്നെ നോക്കി. ഒരു 12 വയസ്സുള്ളപ്പോൾ കാവിൽ വിളക്ക് വയ്ക്കാൻ പോയതാ ഞാനും ഷാകേഷും. വിളക്ക് വെച്ച് തിരിഞ്ഞതും പെട്ടെന്ന് എന്നെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഞാൻ ഭയന്നു പോയിരുന്നു. അയാളെ തള്ളിയിട്ട് വേഗം കുതറി അമ്മയുടെ അടുത്തേക്ക് ഓടി. തിരിഞ്ഞു നോക്കുമ്പോൾ ഭവ്യയെടുത്ത് ഒക്കിൽ വെച്ച് ഷാകേഷ് വരുന്നുണ്ടായിരുന്നു. ഞാനാകെ ഭയന്നു. അന്നവൾ കുഞ്ഞാ. അവളെ എടുക്കാൻ അയാളുടെ അരികിലേക്ക് ചെന്നതും എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ ഭവ്യെ കൊല്ലുമെന്ന് അയാൾ പറഞ്ഞു. അന്നത്തെ പ്രായത്തിൽ ഞാനും അത് വിശ്വസിച്ചു. പേടിച്ചു. കൂടുതൽ കൊഞ്ചിച്ച വേണുവച്ചനോട് എല്ലാം തുറന്നു പറയാൻ ചെന്നതാ. പക്ഷെ അരികിൽ ചേർത്തി പിടിച്ച കൈകൾ ശരീരത്തിൽ കൂടുതൽ അമർന്നപ്പോൾ ഒന്നുകൂടെ ഭയന്നു. അന്ന് അയാളുടെ കണ്ണുകളിലും ഷാകേഷിൻ്റെ കണ്ണുകളിലും ഇരയെ കിട്ടിയ പാവമായിരുന്നു. അവിടുന്ന് ഞാൻ ഓടി. പിന്നെ എല്ലാത്തിനും ഭയമായി. രാത്രിയായാൽ അമ്മയ്ക്ക് ചുറ്റും പറ്റിച്ചേർന്ന് നിൽക്കും. ആദ്യമൊക്കെ ഭവ്യം ഒപ്പം തന്നെ കിടക്കും. പക്ഷെ പിന്നെ വലുതായപ്പോൾ വേറെ മുറിയിലായി. അന്നൊക്കെ ബാത്റൂമിൽ പോകാൻ കഴിയാതെ അടക്കി പിടിച്ചിരുന്നിട്ടുണ്ട്. ഉറങ്ങാതെ ഉണർന്നിരുന്നിട്ടുമുണ്ട്. പല സ്പർശനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അഹങ്കാരിയായി മാറി. അപ്പോഴും ഭീഷണികൾ തുറന്നുകൊണ്ടേയിരുന്നു. അമ്മയും അനിയത്തിയും വെച്ചായിരുന്നു കൂടുതൽ. പൊരുതാൻ വയ്യെങ്കിലും തളർന്നില്ല. പിടികൊടുക്കാതെ ഈ 12 കൊല്ലവും നടന്നു. പല രാത്രികളിലും ഓടി ഒളിക്കേണ്ടി വന്നു. അന്ന് രാത്രി മോട്ടോർ ഹൗസിലെത്തിയത് അങ്ങനെയാ. എല്ലാവരും അങ്ങനെയാണെന്നാണ് കരുതിയത്. അനന്തേട്ടൻ അന്ന് വീട്ടിൽ കൊണ്ടുപോകുന്നവരെ. അന്നാണ് മനസ്സിലായത് എല്ലാവരും ഒരുപോലെയല്ലെന്ന്. ഭദ്ര ഉള്ളിലുള്ളത് മുഴുവൻ തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിന് ഒരാശ്വാസം. അനന്തൻ നിലത്തേക്ക് നോക്കി ഇരിപ്പാണ്. അവൻ കൈകൾ കൂട്ടിപ്പിടിച്ചു. കൺമുന്നിൽ ഒരു പെൺകുട്ടി രാത്രി ഓടി ഒളിക്കുന്ന പോലെ അവൻ അവളെ നോക്കി. കടലിലേക്ക് തന്നെയാണ് നോട്ടം. അവൻ വേഗം എഴുന്നേറ്റു. അനന്തൻ എഴുന്നേൽക്കുന്ന കണ്ട് ഭദ്ര എഴുന്നേറ്റു. അവൾ അവനെ നോക്കി. അവളുടെ മുഖത്തേക്ക് തന്നെയാണ് നോട്ടമെന്നറിഞ്ഞതും നിറഞ്ഞ കണ്ണുകൾ കാണാതിരിക്കാൻ ഭദ്ര വേഗം തലതാഴ്ത്തി. പെട്ടെന്ന് അനന്തൻ ഇടം കൈകൊണ്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ഭദ്ര ഞെട്ടി അവനെ നോക്കി. അവളെ ഇറുകെ പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചു അവൻ. ഭദ്ര അനന്തൻ്റെ ഷർട്ടിൽ പുറകിൽ മുറുകെ പിടിച്ചു. ചില സമയങ്ങളിൽ ആശ്വാസവാക്കുകളെക്കാളും ഒരു ചേർത്ത് പിടിക്കൽ മതിയാവും. ഒരു ചുംബനം മതിയാവും. നിനക്ക് ഞാനുണ്ടെന്ന് പറയാതെ പറയുന്ന ചുംബനം. അവിടുന്ന് നേരെ പോയത് ഹാജിയാരുടെ ടൗണിലുള്ള ബിരിയാണി ഹോട്ടലിലേക്കായിരുന്നു. ഭദ്ര എല്ലാം കണ്ണുമീച്ച് നോക്കുന്നുണ്ട്. ബിരിയാണി ഓർഡർ ചെയ്ത് രണ്ടാളും കൈ കഴുകി വന്നിരുന്നു. ഭദ്ര ചുറ്റും നോക്കുന്നുണ്ട്. ആനന്ദൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. 12 വർഷങ്ങൾ എത്രമാത്രം സഹിച്ചു പാവം. ഒരു വാക്ക് അവൾ പറഞ്ഞിരുന്നെങ്കിൽ ആരെന്തൊക്കെ പറഞ്ഞാലും അവളെ താൻ സംരക്ഷിച്ചേനെ. പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കി വർഷങ്ങളോളം. ആനന്ദൻ ചുണ്ടിൽ വിരൽ വെച്ച് ആലോചനയോടെ അവളെ നോക്കിയിരുന്നു. ബിരിയാണി വന്നു. പപ്പടം, കോഴിമുട്ട, സലാഡ്, അച്ചാറ്, ചിക്കൻ പീസ് എല്ലാം കൂടി കണ്ടപ്പോൾ വായിൽ വെള്ളം വന്നു. ആദ്യമായാണ് ഒരു ഹോട്ടൽ കയറുന്നത്. കല്യാണത്തിനൊക്കെ പോയി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഭദ്ര ആലോചനയോടെ ഒരു നുള്ളെടുത്ത് വായിൽ വെച്ചതും അവൾ കണ്ണടച്ച് അതിൻ്റെ രുചി ആസ്വദിച്ചു. ഒരു നിമിഷം അനന്തനെ പോലെ മറന്നു. നല്ല ബിരിയാണി. തിരിച്ചു വരുമ്പോൾ അവൾ പറഞ്ഞു കേട്ട് അവനുള്ളിൽ എവിടെയോ ഒരു നോവ്. എല്ലാം ഉണ്ടായിരുന്നു, ഒന്നിനും ഒരു കുറവില്ലാതെ. പക്ഷേ തൻ്റെ പ്രണയം. അവൾ അവിടെ സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചു. എല്ലാം കുറെ കൂടി മുമ്പ് വേണമായിരുന്നു. എല്ലാം അവളോട് മുമ്പേ തുറന്നു പറഞ്ഞ് കൂടെ കൂട്ടാമായിരുന്നു. അനന്തന് അവനോട് തന്നെ അമർഷം തോന്നി. രാഗിണി അമ്മായി പറഞ്ഞത് ശരിയാണ്. കുറച്ച് ഒച്ചപ്പാട് ഉണ്ടെന്നേ ഉള്ളൂ. പാവമാണ്. മേലെടുത്ത് എത്തിയതും ഭദ്ര ഇറങ്ങി. അവൾ കവറുകൾ എടുത്തു. അനന്തൻ കാർ കയറ്റാതെ നിൽക്കുന്ന കണ്ട് അവൾ തിരിഞ്ഞു. എനിക്ക് മില്ലിലൊന്ന് പോകണം. നീ ഡോറ് അടച്ചിരുന്നോ? ഭദ്ര തലയാട്ടി അകത്തേക്ക് നടന്നു. ഭദ്ര ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സമയം 5 മണി കഴിഞ്ഞു. ഇതുവരെ അനന്തൻ വന്നിട്ടില്ല. 2 മണി ആയപ്പോൾ വീട്ടിലാക്കി പോയതാണ്. ഭദ്ര എഴുന്നേറ്റ് ചായ ഇട്ടു. ഉമ്മറത്തെ സോപാനത്തിലിരുന്ന് ചായ കുടിക്കുമ്പോഴായിരുന്നു നാണിയമ്മായി ഗേറ്റ് കടന്നു വന്നത്. ഭദ്ര സംശയത്തോടെ എഴുന്നേറ്റു. ഇന്ന് വരാൻ പറ്റില്ല. മരുമോൾക്ക് തീരെ വയ്യ. അതുകൊണ്ടാ നാളെ വരാം, നാണിയമ്മായി പറഞ്ഞു. ഭദ്ര തലയാട്ടി. നാണി തിരിഞ്ഞു നടന്നു. ഒന്ന് നിന്നേ. നാണി നിന്നു. ഭദ്രവേഗ ഉള്ളിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ കയ്യിൽ 500-ൻ്റെ 2 നോട്ടുകളുണ്ടായിരുന്നു. അവൾ നാണിയുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ കാശ് വെച്ച് കൊടുത്തു. എൻ്റെ ഇത്രയേ ഉള്ളൂ. ആദ്യം ഡോക്ടറെ കാണിക്കി. നാളെ വരണ്ട. മരുമോളുടെ അസുഖം മാറിയിട്ട് വന്നാൽ മതി. നാണിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. അവർ തലയാട്ടി തിരിഞ്ഞു നടന്നു. ഭദ്ര വീണ്ടും പോയി ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു. നാണിക്ക് മനസ്സ് വല്ലാതെ നീറിപ്പോയെന്നുണ്ടായിരുന്നു. അനന്തൻ നന്നായി സഹായിക്കും. ഇനി വരുന്ന പെണ്ണ് എങ്ങനെയാവുമോ എന്ന് ടെൻഷനുണ്ടായിരുന്നു.
അവൻ കെട്ടാതിരിക്കാൻ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അനന്തനെയും ഭദ്രയെയും കുറിച്ച് എന്തെല്ലാം പറഞ്ഞു നടന്നിരുന്നു താൻ. പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ ഭദ്രയല്ല, ലക്ഷ്മിയാണ്, സാക്ഷാൽ ലക്ഷ്മി ദേവി. അങ്ങനെയാണ് അവർക്ക് തോന്നിയത്. അവർ മാറി മറിച്ചിരുന്ന് തോർത്തുകൊണ്ട് മുഖം തുടച്ച് വേഗം നടന്നു. ഭദ്ര രാത്രിയിലേക്ക് ചപ്പാത്തി മസാലക്കറിയും ഉണ്ടാക്കി എല്ലാം ഒതുക്കി വന്ന് കുളിച്ചു വന്നു. ഇന്നെടുത്ത സാരികളിൽ കറുപ്പും ചുവപ്പും കലർന്ന കോട്ടൺ സാരി എടുത്ത് ഉടുത്തു. കുറച്ചു നേരം TV കണ്ടു. അനന്തനെ കാണാത്തതിൽ അവൾക്ക് വല്ലാത്ത വിഷമവും ദേഷ്യം വന്നിരുന്നു. സമയം 8 കഴിഞ്ഞു. വിശന്നിട്ട് വയ്യ. ഭദ്ര പോയി എടുത്തു കഴിച്ചു. എന്നിട്ടും അനന്തൻ എത്തിയില്ല. അവൾ വാതിലടച്ചു. കുറ്റിയിട്ടില്ല. അനന്തൻ വന്നാൽ വേഗം തുറക്കണം. അവൾ TV ഓണാക്കി സോഫയിൽ ചാരിയിരുന്നു. ഭദ്ര അങ്ങനെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അനന്തൻ വന്നപ്പോൾ സമയം 10 കഴിഞ്ഞു. ടിവിയുടെ ശബ്ദം കേട്ട് അവൻ പ്രതീക്ഷയോടെ ഹാളിലേക്ക് കയറിയതും ചിരി വന്നു. സോഫയിൽ ചുരുണ്ടോടി കിടക്കുന്ന ഭദ്ര അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഡോറടിച്ച് കുറ്റിയിട്ട് TV ഓഫാക്കി അവളെ വിളിച്ചു നോക്കി. എവിടെ? അവൻ അവളെ മെല്ലെ രണ്ടുപേരും കോരിയെടുത്ത് മുകളിലെ അവൻ്റെ റൂമിലേക്ക് നടന്നു. വിടർന്നു നിൽക്കുന്ന ചുണ്ടുകൾ കണ്ട് അവൻ ഉമിനീരിറക്കി. അവളെ ബെഡിൽ കിടത്തിയതും അതാ സാരി നീങ്ങിപ്പോയിരിക്കുന്നു. ആലിൻ്റെ വയർ ഇപ്പോൾ വ്യക്തമാണ്. തൊടാൻ നീട്ടിയ കൈ ചുരുട്ടിപ്പിടിച്ച് അവളുടെ മേലെ പുതപ്പ് വച്ചു. AC ഓണാക്കി തോർത്തുമെടുത്ത് നേരെ ബാത്റൂമിലേക്ക് കയറി. എൻ്റെ ഹനുമാൻ സ്വാമി. തല ചുമരൽ മുട്ടിച്ച് വസ്ത്രം പോലെ അഴിക്കാതെ ഷവർ ഓണാക്കി അതിന് താഴെ അവൻ കുറച്ചു നേരം നിന്നു. ആനന്ദൻ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഭദ്ര പുതപ്പ് വെച്ച് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. ആനന്ദൻ കൈയില്ലാത്ത ഇന്നർ ബനിയനും ഒരു കാവ്മുണ്ടും കൊടുത്ത് ഭദ്രക്കരികിൽ കിടന്നു. കൈക്ക് മുകളിൽ തല കയറ്റി വെച്ച് അവൻ അവളെ നോക്കിക്കിടന്നു. എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു. ഭദ്രയ്ക്ക് വല്ലാത്ത ദാഹം തോന്നി. അവൾ മെല്ലെ എഴുന്നേറ്റു. ഡിം ലൈറ്റ് കത്തുന്നുണ്ട്. അവൾ അമ്പരപ്പോടെ ലൈറ്റ് ഓൺ ചെയ്ത് ആനന്ദൻ്റെ മുറിയിലാണ്. ഇവിടെ എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ് അടുത്ത് കിടക്കുന്ന ആളെ കണ്ടത്. തനിക്ക് നേരെ ചെരിഞ്ഞാണ് കിടക്കുന്നത്. ഒരു കൈ തന്നിലേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. കിടക്കുന്നു കണ്ടപ്പോൾ പാവം തോന്നും. അവളവൻ്റെ മുടിയിലൊന്ന് തഴുകി മെല്ലെ എഴുന്നേറ്റു. വെള്ളം കുടിച്ച് ബാത്റൂമിൽ പോയി തിരികെ വരുമ്പോൾ അനന്തൻ ബെഡ് ഫുള്ളായി നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഓടാൻ പോകുന്ന പോലെ ഭദ്ര ചിരിയോടെ നോക്കി. അവൾ അവൻ്റെ കൈ കുറച്ച് നീക്കി വെച്ചു. എവിടെ? കുറച്ചുകൂടെ സ്ഥലം വേണം. അവൾ അവൻ്റെ കാല് നീക്കാൻ നോക്കി. പറ്റുന്നില്ല. കാല് പൊക്കി മാറ്റി വയ്ക്കാൻ നോക്കി. കാല് എടുക്കാൻ പോലും പറ്റുന്നില്ല. കാല് ആരോ എടുക്കുന്ന പോലെ തോന്നിയിട്ടാണ് കണ്ണുകൾ മെല്ലെ തുറന്നത്. നോക്കുമ്പോൾ സാരിത്തുമ്പി ഇടുപ്പിൽ കുത്തി. ഭാര്യ എന്തോ കാര്യമായ പണിയിലാണ്. ഇവളെന്തിനാ ഇപ്പോൾ എൻ്റെ കാലുകയെന്ന് അനന്ത സംശയത്തോടെ എഴുന്നേറ്റിരുന്നു. അവൻ അവളുടെ തോളിൽ തട്ടി. ഭദ്ര ഞെട്ടലോടെ തിരിഞ്ഞു. അനന്ത സംശയത്തോടെ നോക്കുന്ന കണ്ടപ്പോൾ വേഗം പോയി ചരിഞ്ഞു കിടന്നു. അവൻ ചിരിയോടെ കാലിക്ക് ഒതുക്കി വെച്ച് തലയ്ക്ക് പിന്നിൽ 2 കൈയും വെച്ച് മലർന്നിടുന്നു. ഉറക്കം പോയിരിക്കുന്നു. അവൻ ക്ലോക്കിൽ സമയം നോക്കി. 12:30. ഭദ്ര ചെരിഞ്ഞു കിടന്നാലും ഉറങ്ങിയിട്ടില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അവളെ വിളിക്കണമെന്നുണ്ട്. ഭദ്രേ. മൃദുലമായിരുന്നു അവൻ്റെ സ്വരം. അവൾ മൃദുലമായി മൂളി. നീ കഴിച്ചോ? ഭദ്രയ്ക്ക് ദേഷ്യമാണ് വന്നത്. പാതിരാത്രി കയറി വന്നിട്ട് ഓരോ ചോദ്യം. അവൾ ദേഷ്യത്തോട് എന്തോ പറയാൻ തിരിഞ്ഞു. പക്ഷെ അനന്തനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളിലെ ഭാവം അതവളെ വല്ലാതെ തളർത്തി. പറയാൻ വന്നതുപോലും വിഴുങ്ങി. നീ കഴിച്ചോ? അനന്തൻ വീണ്ടും. ഭദ്ര കണ്ണുകൾ ഉയർത്താതെ മൂളി. നിനക്കെന്നെ പേടിയുണ്ടോ? ചോദ്യം കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. അന്ന് ഞാൻ സൈക്കിളിൽ വരുമ്പോൾ നീ പ്രാർത്ഥനയെന്ന് വിളിച്ച് പേടിച്ചോടിയില്ലേ? നീ അലർന്ന കേട്ടപ്പോൾ എൻ്റെ ബാലൻസ് പോയി. അതാ നിന്നെ ഇടിക്കാൻ വന്നത്. നീ അന്ന് 8ൽ പഠിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ +2നും. ഭദ്ര അവനെ തന്നെ നോക്കി. അവൻ ചിരിക്കാണ്. പക്ഷെ ഭദ്രയ്ക്ക് വേദനയുള്ള ചിരി പോലെ തോന്നി. അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്നല്ല, പക്ഷെ ഓർമ്മയില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അനന്തൻ അവളുടെ കവിളിൽ കൈവച്ചു. തള്ളവിരൽ കവിളിൽ തഴുകുമ്പോൾ മറ്റു വിരലുകൾ ആഴത്തിൽ തഴുകുന്നുണ്ടായിരുന്നു. ഭദ്ര കൈക്കുമേലെ കൈവച്ചു. ഞാനിപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഇടത്തിലാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ കൂടെ. അവളെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. അനന്തൻ കൈകുത്തി അവളോട് ചേർന്ന് കിടന്നു. തല താഴ്ത്തി അവളുടെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു. പിന്നെ കവിളിലും. അനന്തൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഭദ്ര കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കിയതും അനന്തൻ ചിരിച്ചു. ഇങ്ങനെ നോക്കല്ലേ ഭദ്രേ, പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. ഭദ്ര മിഴികൾ താഴ്ത്തി പുഞ്ചിരിച്ചു. പിന്നെ വീണ്ടും അങ്ങനെ തന്നെ നോക്കി. അമ്മേ, ഈ പെണ്ണ്. അനന്തൻ ചിരിയോടെ അവൾക്കടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. മെല്ലെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ അവൻ്റെ നോട്ടം പോയത് ചുണ്ടിലേക്കാണ്. ഭദ്ര മിഴികൾ താഴ്ത്തിക്കൊണ്ട് വീരിൽ കൈ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. അനന്തൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഭദ്ര അനന്തൻ്റെ ബനിയനിൽ ഞെട്ടലോടെ അമർത്തിപ്പിടിച്ചു. ചുംബനം ദീർഘചുംബനമായി. ഭദ്ര അറിയുകയായിരുന്നു അനന്തനിലെ കാമുകനെ. ഇതുവരെ കാണാത്ത ഭാവം. ആവേശയാമത്തിൽ അവർക്ക് തടസ്സമായി നിന്നതെല്ലാം മാറ്റിയിരുന്നു.
കിതപ്പോടെ അവളിലേക്ക് ഏങ്ങി കിടക്കുന്ന അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ബന്ധിച്ചിരുന്നു. അവ മലർന്നു കിടന്ന് ഭദ്രയെ നോക്കി. പുതപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ട് വല്ലാതെ കിതയ്ക്കുന്നുണ്ട്. ആനന്ദൻ നോക്കിയതും അവൾ ചെരിഞ്ഞിരുന്നു. ഭദ്രയെ വിളിക്കുന്നതിനൊപ്പം അവൻ്റെ വിരലുകൾ അവളുടെ പുറത്ത് തഴുകുന്നുണ്ടായിരുന്നു. ഭദ്ര തിരിഞ്ഞ് തലതാഴ്ത്തി കിടന്നു. എന്തോ ആനന്ദനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നാണമോ? ഇത്ര നേരം കണ്ടില്ല. ആനന്ദൻ ചിരിയോടെ പറഞ്ഞതും ഭദ്ര അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി. ആനന്ദൻ്റെ കൈകൾ അവളെ ചുറ്റി അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചുകൊണ്ട് ഭദ്ര മിഴികൾ അടച്ചു. ആനന്ദൻ ഒരു കൈകൊണ്ട് അവളുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു. ഭദ്ര എഴുന്നേൽക്കുമ്പോൾ സമയം വൈകിയിരുന്നു. അവൾ ക്ലോക്കിലേക്ക് നോക്കിയത് ഞെട്ടി. സമയം 8 കഴിഞ്ഞു. അവൾ വേഗം എഴുന്നേറ്റ് കുളിച്ചു. വെള്ളം വീഴുമ്പോൾ ചിലയെടുത്ത് നീറി. ആ നീറ്റലും അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു. ഭദ്ര താഴേക്ക് ചെല്ലുമ്പോൾ ആനന്ദൻ ചായ പിടിച്ച് സോഫയിൽ ഇരിപ്പുണ്ട്. പേപ്പറിലാണ് ശ്രദ്ധ മുഴുവൻ. ഭദ്ര അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ അവനെ ഒന്ന് നോക്കി. അടുക്കളയിൽ ജാനുവമ്മ ഉണ്ടായിരുന്നു. അവൾ അവരുടെ അരികിലേക്ക് ചെന്നു. ജാനുവമ്മ നേരത്തെ വരൂ? ഞാൻ 6 മണിക്ക് വരും. താ ചായ അതിലുണ്ട്. ജാനുവമ്മ കുടിച്ചോ? ഭദ്ര ചോദിക്കുന്നത് കേട്ട് ജാനുവമ്മ ചെയ്ത പണി നിർത്തിക്കൊണ്ട് അവളെ നോക്കി. ജാനുവമ്മ ചായ കുടിച്ചോ? ഭദ്ര വീണ്ടും. അവർ ഇല്ലെന്ന് തലയാട്ടി. ഭദ്ര കപ്പിൽ പകർത്തിയ ചായ അവർക്ക് നേരെ നീട്ടി. അവർ തല വിലങ്ങനെയാട്ടി. കുടിക്ക്. അവൾ കയ്യിലേക്ക് നിർബന്ധിച്ചു തന്നപ്പോൾ ജാനുവമ്മ വാങ്ങി ചുണ്ടോട് ചേർത്തു. ഭദ്ര വീണ്ടും ഒരു കപ്പ് ചായ എടുത്ത് അവിടെ തന്നെ നിന്നു. അരിയാൻ വെച്ച പച്ചക്കറികൾ അവൾ അരിഞ്ഞു കൊടുത്തു. ചെറിയ ചെറിയ പണികളെല്ലാം അവൾ ചെയ്തു. 8:30 ഇറങ്ങാൻ നേരം കഴിപ്പിച്ചിട്ടാണ് അവൾ അവരെ വിട്ടത്. ഇറങ്ങി നടക്കുമ്പോൾ പാറു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവർക്ക് ഓർമ്മ വന്നത്. ഭദ്ര മുഴുവൻ പണിയും ചെയ്യിപ്പിക്കും, കൂടുതൽ പണി ചെയ്യിപ്പിക്കും, പൈസ തരില്ല, വേഗം പറഞ്ഞു വിടും. പക്ഷെ പാറു പറഞ്ഞതുമായി യാതൊന്നും തന്നെ ഭദ്രയുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. ആനന്ദന് തെറ്റിയില്ല. പ്രാതൽ വിളമ്പുന്നതിനിടയിൽ ആനന്ദൻ്റെ നോട്ടം മുഴുവൻ ഭദ്രയിലായിരുന്നു. ആനന്ദൻ പ്രണയത്തോടെ നോക്കുന്നതുകൊണ്ട് കൈ രണ്ടും വിറച്ചു തുടങ്ങി. നീ കഴിക്കുന്നില്ലേ? അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു. ആനന്ദൻ്റെ അടുത്ത് നിൽക്കാൻ വയ്യ. ഇന്നലെ നടന്നതൊക്കെ ഓർമ്മ വരുന്നു. അവളുടെ മുഖം ചുവന്നു. ഭദ്രേ. ഓ. വിളി കേൾക്കുന്നതിനൊപ്പം അവൾ അവൻ്റെ അരികിലെത്തിയിരുന്നു. വായിരിക്കെ. ആനന്ദൻ അവളുടെ കയ്യിൽ പിടിച്ച് ഇരുത്തി വിളമ്പിക്കൊടുത്തു. ഭദ്ര കഴിക്കുന്നിടയ്ക്ക് അവനെ നോക്കി. ഇല്ല, കഴിക്കുന്നതിലാണ് ശ്രദ്ധ. എഴുന്നേൽക്കാൻ വൈകിയതുപോലും ചോദിക്കുന്നില്ല. നേരത്തെ എഴുന്നേറ്റപ്പോൾ എന്നെ എന്തേ വിളിക്കാഞ്ഞേ? വിളിക്കാമെന്ന് കരുതി. പിന്നെ നോക്കിയപ്പോൾ പകുതി പുതപ്പ് മാത്രമേ ദേഹത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിളിച്ചാൽ ശരിയായില്ലെന്ന് തോന്നി, ആനന്ദൻ പറഞ്ഞു. ഭദ്ര നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കുസൃതി. അവൾ വേഗം നോട്ടം മാറ്റി. അതല്ല, ജാനുമ്മ തനിച്ച്. ഇത്ര പ്രായമായില്ലേ, പാവം, ഞാൻ ചെയ്തോളാം, ഭദ്ര പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല ഭദ്രേ. ഇവിടെ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് പാർവതിയുടെ പഠിപ്പും മറ്റു ചിലവും. ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ അവർക്കത് ബുദ്ധിമുട്ടാവും. ഇവിടെ കൊടുക്കുന്ന പോലെ വേറെ എവിടെയും കൊടുക്കില്ല. പ്രായമായി വരില്ലേ. ഭദ്ര പ്ലേറ്റ് എടുത്ത് എഴുന്നേൽക്കുമ്പോഴായിരുന്നു ശങ്കരൻ വന്നത്. മാമ വാ, കഴിക്കാം. ഏയ്, ഞാൻ കഴിച്ചു. നീ ഒരു കാര്യം അറിഞ്ഞു? ശങ്കരനൊന്ന് നോക്കി ചിരിച്ചിട്ട് നടക്കാൻ തുടങ്ങിയ ഭദ്ര അത് കേട്ട് അവിടെ തന്നെ നിന്നു. എന്ത്? ആനന്ദൻ സംശയത്തോടെ നെറ്റി ചുളിച്ച് ശങ്കരനെ നോക്കി. നമ്മുടെ ഭദ്രയുടെ അച്ഛനും പിന്നെ രാഘവൻ്റെ മോനും ഇന്നലെ രാത്രി ആക്സിഡൻ്റായി. കാറിൽ വേറെ ഏതോ വണ്ടി വന്ന് ഇടിച്ചതാ. സീരിയസ് ആണെന്നാ പറയുന്നേ. ഭദ്ര ഞെട്ടിക്കൊണ്ട് ആനന്ദനെ നോക്കി. അവൻ കേട്ട ഭാവം നടിക്കുന്നില്ല. കഴിക്കുന്നതിലാണ് ശ്രദ്ധ. ഭദ്ര അവൻ്റെ ഗൗരവമായ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു.